നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യ, ഒരു ചെറിയ ദുഃഖകരമായ കാര്യമൊന്ന് പറയട്ടെ. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വരുന്ന വഴിയിൽ തൊട്ട് മുമ്പേ ഇന്ന ആൾ വീഴാൻ പോയപ്പോൾ പിടിച്ചോടി ഞാനൊന്ന് വീണ് ചെറിയ രീതിയിലേക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതൊന്നും സാരമില്ല, ഭയപ്പെടാനൊന്നുമില്ല. 2-3 ദിവസത്തെ വിശ്രമം മാത്രം മതി. ഞാൻ അത് മോരം വീടാൻ പറ്റിയില്ല. ഞാൻ പറയാൻ കാരണം, വല്ലപ്പോഴേക്കും ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ കഴിവേടും നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് മാറുള്ളൂ. ഏതായാലും നിങ്ങൾ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് മഹീന്ദ്ര കഡ്ജു ഒരു എക്സിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു ചൈനീസ് ശാസ്ത്രജ്ഞനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് ഇറാനെക്കുറിച്ച് ട്രംപിനോ ഇസ്രായേലിനോ ഒന്നും അറിയില്ല. കാരണം 10 കോടിയോളം ഇറാനികളുണ്ട്. 10 കോടിയോളം ഇറാനിൽ ഒരു ഇറാനിലും ബാക്കിയാകുന്നവരെയും യുദ്ധത്തിൽ അമേരിക്കക്ക് ഇസ്രായേൽ ജയിക്കാൻ സാധിക്കില്ല. കാരണം അവർ ജീവനെ വില കൽപ്പിക്കുന്നില്ല. അവർ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തയ്യാറാണ്. അത് ഇന്നല്ല, 1600 വർഷം മുമ്പ് കർബല യുദ്ധത്തിൽ വെച്ച് ഹസൻ ഹുസൈൻ തങ്ങളുടെ മരണത്തോടനുബന്ധിച്ചൊക്കെ ചേർന്ന ഈ ഷിഹാക്കൾ മറ്റു സുന്നികളാണ്. സുന്നിയേക്കാൾ കുറച്ച് തീവ്രമാണ് ഷിഹാക്കളുടെ വിശ്വാസം. അതിൽ പോരായിക്കൊണ്ടല്ലോ എന്നൊക്കെ അത് ആ വശം അറിയാൻ എടുക്കുന്നില്ല. പക്ഷെ അങ്ങനെ അതുകൊണ്ട് അമേരിക്ക പഠിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത്, ചൈനീസ് ശാസ്ത്രജ്ഞൻ പറയുന്നത്, നാം ആദ്യമായിട്ട് നമ്മുടെ കഴിവേട് മനസ്സിലാക്കണം, പിന്നെ നമ്മുടെ എതിരാളുടെ കഴിവ് മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ തോൽക്കാനും അതിന് അർത്ഥമുണ്ട്. പക്ഷെ നമ്മുടെ കഴിവേടും മനസ്സിലാക്കിയില്ല, എതിരാളുടെ കഴിവ് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ തോൽവിക്ക് ഭയങ്കര വില കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇന്നലെ ഞങ്ങൾ പറഞ്ഞു, മിഡിൽ ഈസ്റ്റിലെ ആ ഏകാധിപത്യവും സാമ്പത്തിക നേട്ടമാണ് അമേരിക്ക ഇസ്രായേലും, അല്ലാതെ ബോംബൊന്നും അല്ല. ഇന്നിപ്പോൾ ഒരു ഇംഗ്ലീഷ് ചാനലിൽ വന്നിട്ടുണ്ടല്ലോ, ഇത് തന്നെയാണ് സംഗതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനിയിപ്പോൾ അവിടുത്തെ സമയമില്ല, വേറെ 1-2 വിഷയങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും അതിസങ്കീർണമായിട്ട് പോവുകയാണ്. അതിൻ്റെ ഭവിഷ്യത്തെല്ലാം നമ്മൾ മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. നമ്മൾ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്കും ഇന്ത്യയിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു കരിമണൽ ഖനനത്തെക്കുറിച്ച്, അതിൽ വരുന്ന വീഴ്ചകളെക്കുറിച്ച്. ഇന്നിപ്പോൾ മറുനാടൻ ചാനലിൽ കുറച്ചുകൂടി 900 പേജുള്ള ആ കർത്തയുടെ രഹസ്യ നോട്ട്ബുക്ക് ഒരു പേജ് പുള്ളി പുറത്താക്കിയിട്ടുണ്ട്. ഓരോരുത്തർക്കും വാങ്ങിച്ച് ലക്ഷങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് 5000, 2000, 3000 ഒക്കെ കൊടുത്താൽ സംഭാവന കണക്കാക്കാം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന പൈസക്ക് റെസിപ്റ്റ് കൊടുത്താലും സമയം കണക്ക്. റെസിപ്റ്റ് കൊടുക്കാതെ 5 ലക്ഷം, 50 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം ഒക്കെ വാങ്ങിച്ചാണ്. എന്താ സംഭവിച്ചതെന്നറിയോ? എൻ്റെ സാധാരണക്കാരായ ജനങ്ങളെ, നാട്ടുകാരെ, നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? 50 ലക്ഷം രൂപ വേണ്ടി ഒരാൾ കൊല്ലാൻ മടിക്കാത്ത കാലമാണ്. പണ്ടൊക്കെ 5 ലക്ഷമാണ്, ഇപ്പോൾ 50 ലക്ഷമായി. ആ നിലയ്ക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് ബിസിനസ്സാണ്. ഇതെന്ത് പറഞ്ഞാൽ, അവിടുന്ന് ഖനനം ചെയ്തിരിക്കുന്ന മണ്ണ് നമ്മുടെ സർക്കാർ 2 സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ അത് സ്വകാര്യമായിട്ട് പോവുകയാണ്. അത് ഇൽമനേറ്റ് എന്ന വസ്തു, അത് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ അമേരിക്കയുടെ ഗ്രൂപ്പ് അത് തടസ്സം നിൽക്കുന്ന കേന്ദ്ര സർക്കാരിന് പോലും അവർ താഴെ ഇറക്കും, അല്ല പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. കേരളത്തിൽ താഴെ ഇറക്കി, ഇന്ത്യ ഗവൺമെൻറ് താഴെ ഇറക്കിയിട്ടുണ്ട്. അതിനായിട്ട് BJP വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അത്ര സങ്കീർണമാണ്. അടുത്ത് നമ്മുടെ ബാലകൃഷ്ണ സ്വാമി ഒരു ശ്രമം നടത്താറുണ്ട്. ഞാൻ പറയുന്നത്, സ്വാമി നടത്തിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ അപകടം മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. കാരണത്തിൽ ഒരു രാഷ്ട്രീയ ആരും അല്ലെങ്കിൽ ഒരു പത്രമാധ്യമങ്ങളും ഇതിനെതിരെ പറയില്ല. പറയാത്ത 2 കാരണമാണ്. ഒന്നുകിൽ കൊന്നുകളയും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നശിപ്പിച്ചാലും. ഇത് രണ്ടും ഇന്നത്തെ സമ്പന്ന വിഭാഗങ്ങൾ, അല്ലെങ്കിൽ സമ്പന്നം കൈകാര്യം ചെയ്യുന്ന വാർത്താ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്കും പറ്റില്ല. അപ്പോൾ അവരെന്താണ്, വാങ്ങിച്ചിട്ട് മാറി നിൽക്കുക. അത് അപകടം തന്നെയാണത്. ഇതില്ല, ഞാൻ എൻ്റെ വീട് ചെമ്പറിക്ക് തോന്നില്ല, ഇവിടുന്ന് 18 കിലോമീറ്റർ അപ്പോൾ ചെമ്പറിക്ക്. അവിടെ ഒരിക്കൽ ഞാനവിടെ നിൽക്കുമ്പോൾ സന്ധ്യാസമയത്ത് തമിഴ്നാട് കൂറ്റൻ ലോറി, ഒരു 18 വീലോ, ഒരു 12 വീലോ കൂറ്റൻ ലോറി നിറച്ച് ഒരു ചെങ്കൽ മണ്ണ്, കല്ലുമല്ല മണ്ണുമല്ല,
ഉരുളം പാറ പോലെയൊക്കെ ഇത് വെറുതെ ജാക്കാൻ പൊട്ടിച്ചിട്ട് അത് കയറ്റി കൊണ്ടുണ്ട് എന്തോ ഇത് വസ്തു എടുക്കാൻ വേണ്ടി ഇപ്പം കാണുന്നില്ല. അങ്ങനെ അപൂർവ ചില വസ്തുക്കൾ ലോകത്തുള്ളിൽ ഒന്നാണ് ഈ കരിമാൻ കാലം. അവിടെ നടക്കുന്നത് തികച്ചും ആണ് അഴിമതി. ഇല്ല കൂത്തരങ്കാണ് ആ വിഷയം നമ്മൾ പറയും. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ പറയാനുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പും പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പുമാണ്. ഈ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് ഒന്ന് പറയാം. കേരളത്തിൽ നമ്മൾ പറഞ്ഞാണല്ലോ, ഇന്നും ഒരു വാർത്ത കണ്ട് അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഞാൻ പറയുന്നത് അല്ല, ഞങ്ങൾ ഗ്രൂപ്പ് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? ഈ കൊച്ചു കേരളത്തിൽ ഇത് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഒരു നേതാവ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കുന്ന ഉറപ്പുണ്ടോ? ഏത് പണിയുത്തി ഏതാണെങ്കിലും, സതീശ് ഉൾപ്പെടെങ്കിലും അല്ലെങ്കിൽ പിണറായി ഉൾപ്പെടെയെങ്കിലും ഒറ്റയ്ക്ക് നയിക്കുന്നുണ്ടോ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുകയാണെന്നത്? അതിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും അതിൻ്റെ അപകടവും ഈ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാകുന്നുണ്ടോ? ഇത് നഗ്നമായ ലംഘനമാണത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. അത് വഞ്ചനാപരമാണ്. അതിൽ കോടികളിൽ അഴിമതിയുണ്ട്. പറഞ്ഞു തീരൂ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ സംഭവം എടുക്കാമല്ലോ, അത് കഴിഞ്ഞു പോയത് ഉറപ്പാണല്ലോ, വരാളല്ലേ പ്രതീക്ഷയുള്ളൂ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ സഖ്യം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് നേട്ടം ഉണ്ടാകുന്ന ആർക്കാണെന്ന് ഈ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലായില്ലേ? ആം ആദ്മിക്ക് മനസ്സിലാവില്ല, കാരണം അവരൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും BJP ബി ടീമാണ്, അത് ചരിത്രം പറഞ്ഞതാണ്. കോൺഗ്രസിനോ? അപ്പോൾ കോൺഗ്രസിന് ആം ആദ്മിയായിട്ട് ധാരണ ഉണ്ടെങ്കിൽ ഭരിക്കാതല്ലോ, ആസാമിൽ ഭരിക്കാതല്ലോ. ഇപ്പോൾ ഈ പശ്ചിമ ബംഗാളിൽ എന്തായാലും നേട്ടം കിട്ടുക? BJPക്ക് ഭരിക്കാൻ ഒരു കിട്ടില്ലായിരിക്കും, പക്ഷെ BJPക്ക് കുളോട്ട് കിട്ടും, സീറ്റ് കിട്ടും. അതിന് സീറ്റ് കിട്ടിയാണ് പിന്നെ അവസരം ഭരിക്കുന്നത്. അപ്പോൾ ഇത്ര ആവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം BJPക്ക് പശ്ചിമ ബംഗാൾ ഭരിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കല്ലേ കോൺഗ്രസ്? ഇങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. എന്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഷാഫി പറമ്പിലൊക്കെ വലിയ ആവേശം കൊണ്ടൊക്കെ ഇടൂ. ഷാഫി പറമ്പിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളത്തിലിടൂ. ഇനി ഇവിടെ 75 സീറ്റ് കിട്ടി UDF ഭരണത്തിൽ കയറി എന്ന് വിചാരിക്കാം. അതാണ് നേട്ടം. എല്ലാം കൂടി ചെയ്ത് 10-40 ഇതുപോലത്തെ സ്ഥലം കിടക്കല്ലേ? അതിൽ നിങ്ങൾക്ക് ഒരു സംസ്ഥാനത്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ വോട്ടോ സീറ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഷാഫിക്കൊക്കെ എന്താ ജന്മനായതായുള്ള ആളുകൾ ഒരു സമ്പന്നാന്ന് പറയുന്നത് ജന്മ. ഇപ്പൊ വീണ്ടും സമ്പത്ത് വർദ്ധിപ്പിച്ച് ആഗ്രഹങ്ങളെല്ലാം നേറി സുഖലോലുമായിട്ട് രാജകുമാരനായിട്ട് നടക്കണം. രാജകുമാരനായിട്ട് അയാളുടെ പ്രതാപവും ഭാവവും ഒക്കെ കണ്ടാൽ തനി രാജകുമാരനാണ്. ഒരു രാജകുമാരൻ എന്തെങ്കിലും ദീർഘവീഴ്ച നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുമ്പോഴേ പറയണ്ടേ? നിങ്ങളും പിന്നെ KC വേണുഗോപാലും ഒക്കെ ഉപദേശിക്കുക കേട്ടാണല്ലോ അയാൾ ഇവിടെ വന്ന് പറയുന്നത്. അല്ലാതെ അയാൾക്ക് പറയുന്നത് എന്തറിയാം? ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് എന്തറിയാം? തികച്ചും മണ്ടത്തര കാണിക്കുന്നത്. കാരണം വ്യക്തി എതിർപ്പ് പാടില്ല. അന്ധമായ BJP മോഡി വിരോധമല്ല, നമുക്ക് BJP വിരോധമല്ല, BJPയുടെ ആശയങ്ങളിൽ നമ്മൾ എതിർക്കുന്നത്, സംഘപരിവാറിൻ്റെ ആശയത്തെ നമ്മൾ എതിർക്കുന്നത്. അല്ല, വ്യക്തി വിരോധമല്ല, വ്യക്തി എതിർക്കല്ല, പാർട്ടി എതിർക്കല്ല, പ്രസ്ഥാനത്തെ എതിർക്കല്ല, അവരുടെ ആദർശം ആശയം എതിർക്കുന്നത്. അതാണോ കുറെ കാലമായിട്ട് പുള്ളി ചെയ്യുന്നത്? വ്യക്തി വിരോധം, മോഡിജി. അതുകൊണ്ട് ഗുണമല്ല, അവർക്ക് ദൂഷ്യമാണ്. അപ്പം ഇത്രയും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് ഇന്നും പറഞ്ഞു. 20 വർഷമായിട്ട് മത്സരിച്ചില്ല, ഇപ്പോൾ ഒറ്റക്കാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞ് നമുക്ക് ഒറ്റക്ക് മത്സരിക്കാൻ രാഹുൽജി നല്ലതെന്ന് പറഞ്ഞു. ആ മണ്ടൻ രാഹുൽ അത് സമ്മതിച്ചു. അടിയൊഴുക്ക് മനസ്സിലാക്കട്ടെ. എന്ന രാഹുലും കോൺഗ്രസും എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ് ഒരു മണ്ട ശിരോമണിയാണ് നമ്മുടെ എന്താ പറയുക, അന്തോണി ചാരായ നിരവ് നടത്തി പുകഴ്ത്തി ഇന്ന് കോൺഗ്രസിലെ നേതാക്കൾ ഇതിൽ വന്നിട്ടുണ്ട്. 30ാമത്തെ വർഷമാണ് നിരോധിച്ചിട്ട്. ഒന്നും മനസ്സിലാക്കണം, കോൺഗ്രസിനെ നെറികെട്ടലെന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കണം. 35 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കുപ്പി ചാരായം അവർ 2 കോഴിമുട്ടയും കഴിച്ചാൽ 40 രൂപ വരുള്ളൂ. 100 രൂപ കൂലിയാണ്. അപ്പോൾ ഈ 40 രൂപ കഴിച്ചാൽ ബാക്കി 60 രൂപയുണ്ട്. അതിൽ 10 രൂപ മിഠായി വാങ്ങിക്കാണ്ട് പിന്നെ ബീഡി വാങ്ങിക്കാൻ ബാക്കി 50 രൂപ വീട്ടിൽ കൊടുക്കായിരുന്നു. 100 രൂപ കൂലിയുള്ളപ്പോൾ പെണ്ണുമ്പോൾ അത് എങ്ങനെയെങ്കിലും റേഷൻ വാങ്ങിച്ച് വേവിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേനെ. ഇത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പിടി സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗമായ
സമ്പന്നന്മാർക്ക് വേണ്ടി, സമ്പന്നന്മാരുള്ള ബ്രാൻഡ് ഷോപ്പ് നടത്തുന്നതല്ല, പാവപ്പെട്ട നടത്തുമല്ലോ. അത് എത്ര കോടി രൂപ വേണം ഒരു ബ്രാൻഡ് ഷോപ്പ്? അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തില്ലേ? അവർ കുറെ കോടീശ്വരനായില്ലേ? എങ്ങനെ നേട്ടമുണ്ടാക്കി കൊടുത്തത് നോക്ക്. അന്തോണി ജീവിച്ചപ്പോഴും മരിച്ചല്ലോ. ആരെങ്കിലും കള്ളൻ്റെ വായിലേക്ക് എത്തിക്കും. ഞാൻ ഇത്ര വികാരമായിട്ട് പറയാൻ കാരണം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. 35 രൂപ വിലയുണ്ട് ചാരായത്തേക്ക് അല്പം കളറ് ചേർത്തിട്ട് ബാറിൽ ചെല്ലുമ്പോൾ 350 രൂപ കൊടുക്കണം. അനുഭവം, ഞാൻ വെള്ളം കുടിച്ചാലും അനുഭവത്തിൽ പറയാണ് കാര്യമാണ്. 35 രൂപയ്ക്ക് കിട്ടിക്കുന്ന ചാരായം കളറ് ചേർത്തപ്പോൾ, ബ്രാൻഡി വിസ്കികൾ കളറ് ചേർത്തപ്പോൾ വിദേശ മദ്യം പോലെ ആക്കിയപ്പോൾ 350 രൂപ കൊടുക്കണം. 100 രൂപ പണിക്കാതെ പോകുന്നവരെ 300 കൊടുക്കാൻ പറ്റുമോ? വെള്ളം അടിക്കാതെ അവർക്ക് പണിയാനും പറ്റില്ല. അപ്പോൾ അവർ 500 രൂപ വീണെന്ന് ചോദിച്ചു കൂലി. അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് കുറേ ദിവസം പണിക്ക് പോകാതിരുന്ന് പണി ഇടിപ്പിക്കാതിരുത്. അതായത് ഈ ബസ്സിൽ ഇരിക്കേണ്ട ഓർമ്മയുണ്ട്. പിന്നെ 70 പറ്റോ 10 പൈസയാണ് മിനിമം ചാർജ് ആക്കി. ആദ്യം അവരണയൊക്കെ പറ്റില്ല. 10 പൈസ മിനിമം ചാർജ് ആക്കിയപ്പോൾ അന്ന് സമരം ചെയ്ത ആൾക്കാർ ബസ്സിൽ കയറാതിരുന്നത്. 1-2 ആഴ്ച കഴിയുമ്പോഴും ആൾക്കാർ പോയിരിക്കാൻ പറ്റുമോ? വീണ്ടും പോയി അങ്ങനെ ശീലമായി. ഇപ്പോൾ 10 പൈസ ഒരു 10 രൂപയില്ലേ? അല്ലാണ്ട് 50 വർഷം കൊണ്ട് 10 രൂപ 10 പൈസ 10 രൂപയായപ്പോൾ 100 ഇരട്ടി കൂടി 100 ഇരട്ടി കൂടി 10 വർഷമുണ്ട്, 50 വർഷമുണ്ട്. അതേ സ്ഥാനത്ത് ഇങ്ങനെ വന്നപ്പോൾ അവസാനം പണിക്ക് പോകാമെന്ന് വെച്ചാൽ 500 കൊടുക്കാമെന്ന് വെച്ചാൽ മുന്നോട്ട് പോയി. അപ്പോൾ എടുത്ത വഴി 100 ഉണ്ടായ പണിക്കാശ്, പണിക്കൂലി, തൊഴിലാളി വേതനം 500 രൂപയായി. 5 ഇരട്ടിയായി. അത് വിലവർദ്ധന കാരണമായില്ലേ? അതുകൊണ്ട് ആര് നന്നായി? അത് ആ കാരണം കൊണ്ട് മന്ദമുണ്ട്, മന്ദസഭയിൽ പോയി, രണ്ടാമത് കിട്ടിയില്ല. വേറെ ഒരു കാര്യം ഉണ്ടായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലം ജില്ലയിലെ ഒരു മുസ്ലിം പോക്കറ്റുണ്ട്, കിള്ളിയിൽ പോയി പിന്നെ പോലീസ് ബൂട്ടിട്ട പോലീസ് പാതിരക്ക് ആ കോളനി ചെന്ന് ബഹളമുണ്ടാക്കി അടിച്ചു പൊടിച്ച് നശിപ്പിച്ചു. അതിൻ്റെ കാരണം അന്ന് സംഘപരിവാർ ഒരു ഒരാൾ ഈ ആനയുടെ സ്വകാര്യ സ്റ്റാഫിൽ ഒരാളുണ്ടായി. അവരതെല്ലാം പരിഹരിച്ച് ആ 2 കാരണങ്ങളാണ് UDF ഭരണത്തിൽ പോയി അന്തോണി ഭരണത്തിൽ പോയത്. അന്തോണി ശേഷം വന്ന UDF ആണോ കോൺഗ്രസ് ഞാൻ പോയി ഓർക്കണില്ല. അത് പോയത് അതിൽ ഭരണം പോയി, ഇവര് കോൺഗ്രസ് വരില്ലല്ലോ. അതാണ് സംഗതി. എന്നിട്ട് ഇന്നിപ്പോൾ ഒരു മഹാൻ പന്തളം സുധാകരനാണ് അന്ന് മറ്റേ ഈ വകുപ്പ്, എക്സൈസ് വകുപ്പ്, അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു മഹാൻ വലിയ പുകഴ്ത്തി പറഞ്ഞ്. അങ്ങനെ അത് ആരാണ്? മോഹൻലാലിൻ്റെ അച്ഛനാണെന്ന് ജോലിക്കാരായിരുന്നു സർക്കാർ, അദ്ദേഹമാണ് ഇതിൻ്റെ അദ്ദേഹം വക്കീലൊക്കെയാണ്, നിയമം ഉണ്ടാക്കി കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് ഇത് പുകഴ്ത്തി പറയുമ്പോൾ എന്ത് നേട്ടം ഉണ്ടായിടും? പകരം 5500 കള്ള് ഷാപ്പും ഏതാണ്ട് അത്ര തന്നെ ചാരാ ഷാപ്പും കേരളത്തിൻ്റെതാണ്. ഇപ്പോൾ എന്താ ഈ ചാരാ ജോലി 5500 ബ്രാൻഡ് ഷാപ്പ് വന്നു, അല്ലെങ്കിൽ ഫോറിൻ ലിക്വർ ഷാപ്പ് വന്നു, ബാർ വന്നു. മുട്ടിന് ഈ ഗവൺമെൻറ് കൊടുത്തു. ബാറ് പറയുമ്പോൾ കുറക്കും ആയിട്ട് മുട്ടിന് കൊടുത്ത് എത്തപ്പോൾ 5000 ബാറുണ്ട്. എന്നാണ് ഒരു CPM മന്ത്രിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാർ ഹോട്ടലില്ല, 5 സ്റ്റാർ ഹോട്ടൽ കേരളത്തിലാന്ന്. അതിനകത്ത് പറഞ്ഞ് രാജീവ് വ്യവസായമന്ത്രിയല്ലേ? ഇവിടെ ഒരു സ്റ്റാർ ഹോട്ടലൊന്നും നാടിന് പുരോഗതി എന്ന് പറയാൻ പറ്റുമോ? പാവപ്പെടുന്ന ബന്ധം അല്ല. ഇപ്പോൾ മോഡിജി ഒരുപാട് വികസനം കൊണ്ട് ആ വികസനമൊക്കെ ആർക്ക് വേണ്ടി? സാധാരണക്കാരന് വേണ്ടിയാണോ? സമ്പന്നന് വേണ്ടിയല്ലേ? ഇപ്പം അദാനിക്ക് 150 ഏക്കർ സർക്കാർ ഭൂമി, HMT ഭൂമി ഫ്രീ ആയിട്ട് കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അനുവദിച്ചാലേ. അതുകൊണ്ട് എന്നുള്ള സാധാരണക്കാർ അവർക്ക് കുറേ സവർണ വിഭാഗങ്ങൾക്ക് ജോലി കിട്ടും. 1-2 ക്രിസ്ത്യാനികൾക്ക് കിട്ടും. ബാക്കി 7 മുതൽ മുകളിലേക്കുള്ള ആർക്കെങ്കിലും അവിടെ കിട്ടുമോ? ഒരാൾക്ക് കിട്ടുമോ? സർക്കാർ സ്ഥാപനമൊന്നുമല്ലല്ലോ. ആർക്ക് കേട്ടുണ്ട്? സമ്പന്ന വിഭാഗം, സവർണ വിഭാഗം, പിന്നെ വർഗം, വിദേശ 4 അങ്ങനെ അവർക്ക് കിട്ടും. പാവപ്പെട്ട് കിട്ടുമോ? അതായത് BJP കൊണ്ട് ഏത് നിയമത്തിലും ഏത് പരിഷ്കാരത്തിലും സമ്പന്നന് വേണ്ടിയല്ലാതെ പാവപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ടോ? തൊഴിലാളിക്ക് എന്ത് ചെയ്യുന്നുണ്ടോ? എന്നിട്ട് പറയാണ് രാജ്യം പുരോഗതി അങ്ങനെയാണ് ഇങ്ങനെയാണതൊക്കെ. അപ്പോൾ ഞാൻ കോൺഗ്രസിന് വീണ്ടും പറയാം, BJP പറഞ്ഞത് കാര്യമല്ലോ. കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ പരിഷ്കാരം പറഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പം പറയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസും പ്രിയങ്കയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിലെ കൾച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജാതി ഘടനയെക്കുറിച്ചോ ആരോ പറഞ്ഞ പുള്ളി നല്ല പോയിന്റാണ്, ജാതി സെൻസസ് വേണമെന്ന് ആരോ പറഞ്ഞു കൊടുത്താണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയില്ല. നമ്മൾ IBയുടെ എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് IB നല്ല പറ്റും, കുഴപ്പമില്ല. IB തലസ്ഥാനം മാറ്റാൻ ഞങ്ങൾ 6-8 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പുള്ളി ഒരു പ്രസ്താവന കൊടുത്ത് പാർലമെൻറ്റിൽ നിന്ന് ചോദ്യം വന്ന് അത് അസംബ്ലി വിട്ട്
ചോദിച്ചു പറയില്ല, അല്ല പുള്ളി സ്റ്റഡി ചെയ്തില്ല, അതാണ് കാരണം. വേറെ 100 കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം എടുക്കുക, അതിൻ്റെ ആ വർഷങ്ങളെല്ലാം മനസ്സിലാക്കണം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ 7 വർഷമായിട്ട് A to Z എന്തിനു മാറ്റണം, എങ്ങനെ മാറ്റണം, എപ്പോൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഠിച്ചതിന് ശേഷമാണ് ഈ വിഷയം ഇറങ്ങിയത്. അത് ചെയ്തിട്ടുണ്ടോ? അതുപോലെ കോൺഗ്രസ് പഠിക്കുന്നില്ല. ജാതി സെൻസ് വേണമെന്ന് പറഞ്ഞു, ഓക്കെ, നല്ല കാര്യം. അത് എൻ്റെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, എൻ്റെ നേതാവുണ്ട് VP സിംഗ്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം, അതായിരിക്കാൻ പറ്റില്ല, ആൾ മരിച്ചുപോയി. ചെന്നൈ എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എടുത്തി, പ്രധാനമന്ത്രിയാണ് പുള്ളി, ഞാൻ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അപ്പോഴാണ്. എന്താ കാരണം? കാൻഷിറാം 50 ദിവസം 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ ബോട്ട് ക്ലബ്ബ് മൈതാനിയിൽ, ഞാൻ കട്ടയത്താൽ ബോട്ട് ക്ലബ്ബ് മൈതാനിൽ ഒരു സമരം നടത്തി. അന്ന് പുള്ളി പാർട്ടി BSP രൂപീകരിച്ചല്ല, അതായത് മറ്റേതാണ്, രൂപീകരിച്ച് സമയം നടത്തി അപ്പീലൊക്കെ അവിടുത്തെയാണ്. എന്നിട്ട് അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഈ ആൾക്കൂട്ട് കണ്ടപ്പോഴും പ്രധാനമന്ത്രി ഇല്ല, കാണുമല്ലോ TV-ലൊക്കെ ആയിട്ട്, എന്താണ് കാര്യം എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന് കൊടുത്തത്. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞു, അത് ഈ മണ്ഡൽ കമ്മീഷൻ ഇപ്പോൾ ഒരു റിപ്പോർട്ടുണ്ട്, അത് പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ വരെ 90% ഗുണമുള്ള കാര്യമാണ്, അതെടുത്തിട്ടിട്ടാണ് ആൾക്കൊടുത്തത്. വളരെ മോഡി എന്താണ് VP സിംഗ് നേരോ മദ്രാസിൽ വെച്ചിട്ട് ഒരൊറ്റ പ്രസ്താവനം എയർപോർട്ടിൽ വെച്ച്, ഞാൻ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. അതേക്കുറിച്ച് വേണ്ടത് സ്റ്റഡി ചെയ്യണ്ടേ? അത് നടന്നുമില്ല, പുള്ളിക്ക് പേര് നടന്നുമില്ല, അതിപ്പോഴും പിന്നെ കരിക്കാട്ടി പോയി. അപ്പോൾ അങ്ങനെ പറയല്ല. എന്തിനാണ് ജാതി സെൻസ് എന്നുള്ളത് ആദ്യമായിട്ട് പാർട്ടിക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റഡി ക്ലാസ് കൊടുത്ത്, കോച്ചിങ് കൊടുത്ത്, അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കൊടുത്ത് വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ചെയ്യുന്നത്, അവരെന്തെങ്കിലും ഒരു മോശം ഉണ്ടാക്കുന്നത് അത് ആദ്യം പറഞ്ഞു കൊടുക്കുക, അവരൊന്നും മിണ്ടില്ല. എന്തിനാണ് ജാതി സെൻസസ് എന്ന് കോൺഗ്രസ്സുകാരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം. നിരന്തരമായ പ്രക്രിയയാണ്, അത് കഴിഞ്ഞിട്ടല്ലോ. ഇത് കോൺഗ്രസ് ആരും വേണ്ടിയില്ല കേരളത്തിൽ. ഇത് പറഞ്ഞെങ്കിലും കേരളത്തിൽ ഒരു കോൺഗ്രസിനെ കുറിച്ച് വേണ്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കാര്യമാണ്, ഞങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞു. അത് 10% നായർക്ക് കൊടുക്കുന്നു ഇപ്പോഴല്ലോ, അന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർത്തിയാക്കി. പക്ഷെ എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇത്രയും മുസ്ലിം ന്യൂനപക്ഷ പീഡനം നടത്തിയിട്ടും ഇപ്പോഴും മുസ്ലിങ്ങൾ നല്ല 1% ശരിക്കും ഒരു വിഭാഗം ഞങ്ങൾ അവരെ കൊണ്ടുവന്ന് മാറ്റി നിർത്തിയാണ്. ഈ കോൺഗ്രസ് പുറത്ത് ദൂഷപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് അനുഭവികളെ എന്തു പറയുന്നത്? നിങ്ങൾ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ ഷാഫി പറമ്പിലൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മുഖ്യം തീർക്കാൻ ആഗ്രഹമുണ്ട്, അതിന് താല്പര്യമുണ്ട്, ആയിക്കോ, അത് നമുക്ക് പരാതിയില്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യയിലെ സാമൂഹ്യ പശ്ചാത്തലം, ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് BJP ഗവൺമെൻറ് താഴെ ഇറക്കാൻ പറ്റുന്നുള്ളത് ചിന്തിക്കണം. ഒരു കേരളത്തിലൊരു പാലക്കാട് ജയിപ്പിച്ചെടുത്താൽ പോരാ, അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞില്ല. ഒരു പ്രസിഡന്റ് എന്താണ് ജയപ്രകാശ് നാരായൺജി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, വീണ്ടും പറയണത്, ഒരു കൽക്കട്ടയിലെ കാര്യം കണ്ടപ്പോൾ പറയാണ്, അദ്ദേഹം 2 പോയിന്റ് പറഞ്ഞു. ഒന്നെന്താണ്, ഞാൻ ഇതിന് ഒരു സ്ഥാനവും വഹിക്കില്ല, മറിച്ച് ജനതാ പാർട്ടി പേരുണ്ടാക്കി ഇതിൽ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരിലും ഉണ്ടാവും പറഞ്ഞു. അത് വിജയിച്ചു, സക്സസ് ആയില്ല, അനുഭവമില്ല. അത് കഴിഞ്ഞ സംഭവം തെളിവാണല്ലോ. അത് നിങ്ങൾക്ക് എന്തൊരു യോഗ്യത വെച്ചുകൂടാ. BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടിയും ചേർത്ത് ഒരു മുന്നണി, ഒറ്റ പാർട്ടി ഉണ്ടാവും, മുന്നണി ഉണ്ടാക്കിയിട്ട് അണ്ടന് അടയോണ്ട് കരട് കാഞ്ഞിര് മുതൽ മുരുടെ മൂർക്കം വരെ എല്ലാ അണ്ടനെയും ചേർക്കണം. അല്ലാതെ BJP താഴെ വെക്കാൻ പറ്റില്ല. അത്ര സങ്കീർണമായിട്ടുണ്ട്, അത്ര വെൽ സ്റ്റഡി ചെയ്തതാണ് അവർക്ക്. അതെന്ത് നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇതെല്ലാം കഴിഞ്ഞ് വെള്ളം ഒഴുകി തീർന്ന ശേഷം അണ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ കേരളം ഏതാണ്ട് ഈ നിലക്ക് പോവാണ്. ഇത്തവണ 72 സീറ്റ് കിട്ടി ജയിക്കാൻ സാധ്യത ഇപ്പോഴും ഉണ്ടാക്കുന്നത് ഞങ്ങൾ. പക്ഷെ അതുപോലും കളയപ്പരുത്. ഇത് ഈ തവണ കേരളത്തിൽ UDF അധികാരത്തിൽ കിട്ടിയത് ഞങ്ങൾ പറഞ്ഞാൽ LDF നിലനിൽക്കണം, UDF ഇത്തവണ കയറണം. അതുള്ള കളിയാണ്. അല്ലെങ്കിൽ LDFിൻ്റെ മോശം കൊണ്ടോ അല്ലെങ്കിൽ UDFിൻ്റെ മഹത്വം കൊണ്ടൊന്നുമില്ല, ഒക്കെ കള്ളന്മാർ കണക്കാണ്. പക്ഷെ അതിപ്പോഴും കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. അവർക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്, ഒരു ഭാഗത്ത് RSS വിരോധമാണ്. ഇത് രണ്ടുമല്ല ഇവിടെ വിഷയം. കമ്മ്യൂണിസ്റ്റ് മുഖ്യ ശത്രുവിൽ കാണാൻ പാടില്ല, RSS മുഖ്യ ശത്രുവിൽ കാണാൻ പാടില്ല. RSS ഇത് ശത്രുവായിക്കോ. പിന്നെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് നമുക്കിവിടെ ഇന്ത്യയിൽ ദാരിദ്ര്യമാണ്, അജ്ഞതയാണ്, ഇല്ലിറ്ററസി, നിരക്ഷരതയാണ്, തൊഴിലില്ലായ്മയാണ്. ഇതൊക്കെയാണ് നമ്മുടെ മുഖ്യ ശത്രു. അല്ലാതെ മോഡിയോ RSSോ BJPയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ല സുഹൃത്തുക്കളെ നമ്മുടെ മുഖ്യ ശത്രു. മുഖ്യ ശത്രു ആരാണ്? ദാരിദ്ര്യം.
ഇല്ലിറ്ററസി, നിരക്ഷരത, തൊഴിലില്ലായ്മ, സാധനങ്ങൾക്ക് വില വർദ്ധനവ്, അങ്ങനെ നൂറ് കാര്യങ്ങൾ ഇന്ത്യയിൽ 95% വരുന്ന ജനങ്ങളെ അലട്ടുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പഠിക്കാതെ ഒരു രാഹുൽ വന്നു പറഞ്ഞ് ഞങ്ങൾ ജാതി സെൻസ് എടുത്തത് എന്തോ സോപ്പിട്ട് അവിടെ ഭരണം വടക്കയിൽ പല സ്റ്റേറ്റ് കളഞ്ഞ്. ഇത് ബോധവൽക്കരണം നടത്തി ട്രെയിനിങ് കൊടുത്ത് അവരെ മാനസികമായിട്ട് തിരുത്താതെ അവരെല്ലാം ഹരിയാനയും പിന്നെ മധ്യപ്രദേശൊക്കെ പോകാൻ ഒറ്റ പ്രയോഗം ഉണ്ടാകും. മണ്ഡൽ കമ്മീഷൻ ഇപ്പോൾ നടപ്പാക്കുന്ന പ്രധാനമന്ത്രിയായിരുന്ന പിന്നെ VPC മദ്രാസ് പഞ്ചാബിലാണ് കൊണ്ട് ബാബരി മസ്ജിദ് ഇഷ്യൂ എടുത്തിട്ട് അതൊരു മിണ്ടായിരുന്നാണ്. സംഘ് പരിവാറിനെ സംബന്ധിച്ചാൽ സംഘ് പരിവാറും അല്ല, സവർണ ഫാസിസ്റ്റുകളാണ്. അത് വളരെ കുറച്ചുള്ളൂ. ആകെ 10% സവർണന്മാർ, അതിലൊരു 1% പോലും സവർണ ഫാസിസ്റ്റുകളില്ല. അവരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്, ഇത് നയിക്കുന്നു നിയന്ത്രിക്കുന്നു. RSSനെ പോലും RSS വ്യക്തിയായിട്ട് കുഴപ്പമില്ല ഞാൻ പറഞ്ഞിട്ട് എൻ്റെ പല ചെയ്തതിനും പലരും മാറിപ്പോയിട്ടുണ്ട്. മാറിപ്പോയി അങ്ങോട്ട് പോകുന്നുള്ളൂ. നമുക്ക് സത്യം പറയട്ടെ, ആ വ്യക്തിയായിട്ട് RSS അല്ല, RSS നയിക്കുന്ന വളരെ ചെറിയൊരു ന്യൂനപക്ഷ സവർണ ഫാസിസ്റ്റുകൾ. അതാണ് ഇന്ത്യക്ക് അപകടം, ഇന്ത്യക്ക് ദൂഷ്യം, ഇവിടുത്തെ മറ്റുള്ളവർക്ക് ദൂഷ്യം. അത് മനസ്സിലാക്കുന്നത് RSS വിരോധം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം അല്ലെങ്കിൽ BJP വിരോധം അതൊന്നല്ല. നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് നമ്മളല്ലേ, ദാരിദ്ര്യമാണ്, അറിവില്ലായ്മയാണ്, തൊഴിലില്ലായ്മയാണ്, വില വർധനവാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയും നമ്മളൊന്നും ചെയ്യാൻ പറ്റുമോ നോക്കണം. അത് ചെയ്യുന്നുണ്ടോ? അതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ എങ്ങനെയെങ്കിലും ജയിക്കും. ഇപ്പം ആലോചിച്ച് നോക്ക്, ഇന്ത്യൻ രാഷ്ട്രീയം പോയി എവിടെ എത്തി? കോടീശ്വരൻ മാത്രമല്ല, വലിയ കോടീശ്വരന്മാരുടെ കയ്യിലേക്കല്ലേ വന്നത്. സാധാരണ മത്സരിക്കാൻ പറ്റുമോ? പറ്റുന്നുണ്ടോ? ഇപ്പം 200 കോടി രൂപയുടെ കണക്ക് ചേർത്തില്ല എന്ന് പറഞ്ഞ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അതിൻ്റെ പേരിൽ വന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ അതൊന്നും സാരമില്ല, നമ്മൾ കോടതി പോയിക്കൊന്നു വെച്ചാൽ അത് അനുഭവിച്ചു. അത് വടക്കേ ഇന്ത്യയിൽ ഒപ്പിട്ട് മാറി ഒരു കാലത്ത് 10-50 ഒപ്പിട്ട് ഒരു ഹോസ്റ്റലത്തെ ഒപ്പിട്ടില്ലായതുകൊണ്ട് ആ സ്ഥാനാർത്ഥി തള്ളി. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരെ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ആരാണ് അതിന് പുറകിൽ നടക്കുന്നത്? ആരാണ് നിയന്ത്രിക്കുന്നത്? അവിടെ BJPയുടെ ഒപ്പിട്ട് പോവാണ് ചിഹ്നം വെച്ചുകൊണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എന്നെ BJPയുടെ ഒപ്പായി. അല്ലെങ്കിൽ 200 കോടി കാണിച്ചു അതിന് പുള്ളി പറഞ്ഞ ഞാനൊരു പക്ഷേ അതേ എൻ്റെ നേതാവ് ചിലപ്പോൾ വന്നേക്കാൻ പറയാൻ പറ്റില്ല, രാഷ്ട്രീയമല്ലേ. ഇപ്പം പറയാൻ പറ്റില്ലല്ലോ. 70 പൈസ തെണ്ടെന്ന് ചോദിച്ചാൽ 7 പൈസ പാടെടുക്കാൻ പറ്റുമോ? ഇന്നത്തെ കണ്ടീഷനിൽ അദ്ദേഹം പിന്നെ മറുപടി അറിയുമോ? അത് ഞങ്ങൾ പാർട്ട്ണർഷിപ്പാണ്. ആര്? ഭാര്യയും ഞാനും. 200 കോടിയുണ്ട്, 2 പേര് പാർട്ട്ണർഷിപ്പാണെങ്കിൽ തുല്യ അധികാരം പവറാണെങ്കിൽ 100 കോടി എപ്പോഴില്ലേ അത് കാണിക്കണ്ടേ? ഇതൊന്നും കാണിക്കാതെ പോയിട്ടും ആ അപേക്ഷ സ്വീകരിച്ച് ഇലക്ഷൻ മത്സരിക്കണം. ജയിക്കൽ ഉറപ്പാണ്. അപ്പം എന്താ കമ്മീഷൻ പറഞ്ഞാലോ, നിങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോൾ കോടതി പോയിക്കൊന്നു. അതെങ്ങനെ കിടക്കും? ഈ പുള്ളിക്ക് ഇതിന് എത്രയോ കേസുണ്ട്. നമ്മൾ PC തോമസ് എൻ്റെ നേതാവ് കൂടിയാണ്. PC തോമസ് ഇസ്മായിൽ തമ്മിലുള്ള കേസ് ചെയ്ത് 90 മറ്റാണ്, 99 മറ്റാണ്, 30 വർഷമായിട്ട് കഴിഞ്ഞ്. ആ കേസ് ഇപ്പോൾ തീരുമാനമായില്ലെന്ന് അറിയുന്നത്. അതിങ്ങനെ പാമ്പും കോണും കളിക്കുമ്പോഴേക്കും അതിനിടയ്ക്ക് ജയിച്ചില്ലെങ്കിൽ ആ പ്രശ്നം തീർന്നു. അങ്ങനെയല്ല രാഷ്ട്രീയക്കാർ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്. അതൊക്കെ അപ്പത്തെ ഉത്തരം കൊടുക്കണ്ടേ? ഇലക്ഷൻ കമ്മീഷനിൽ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും അറിയാമല്ലോ. ഈ ഒരു വകുപ്പിൽ ഇത്രയും അധികാരമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയത് അദ്ദേഹം ഒരു സവർണനാണ്, പട്ടനാണെങ്കിലും അദ്ദേഹമാണ് ബോധ്യപ്പെടുത്തി ഇന്ത്യൻ ജനതയെ. അതിപ്പോൾ നോക്കണ്ടോ? മോഡി പറഞ്ഞത് ഒപ്പിടുത്ത് കൊടുക്കുന്നല്ലാതെ വേറൊന്നുണ്ടോ? ഈ ഗഡ്ജു ഉണ്ടല്ലോ, ഗഡ്ജു ഒരു സുപ്രീം കോടതി ജസ്റ്റിസാണ്. അദ്ദേഹം ഒരുപറ്റി മോഡി കാര്യങ്ങൾ പറയുന്നുണ്ട് നിഷ്പക്ഷമായിട്ട്. നമ്മൾ ആര് പക്ഷം പിടിക്കണ്ട, അന്തമായിട്ട് BJP എതിർക്കണ്ട, RSS എതിർക്കണ്ട, കമ്മ്യൂണിസ്റ്റ് എതിർക്കൊന്നും വേണ്ട. പ്രശ്നാധിഷ്ഠിതമാണ് ഞങ്ങളുടെ എതിർപ്പ്. ആ പ്രശ്നാധിഷ്ഠിതമാകുമ്പോൾ ഏറ്റവും വലിയ ഒരു മണ്ഡലത്തിൽ ഇത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥി പത്രിക തള്ളാതെ പോയത് വേറെ കാര്യം. ഇനിയിപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞു നമ്മുടെ ഷാഫി പറമ്പിലൊക്കെ. പാലക്കാട് ഞാൻ പല കാര്യത്തിലും പിഷാരടിയേക്കാൾ മറ്റാളെ സ്ഥാനാർത്ഥി വഹിക്കാന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. അത് പിഷാരടി വെറുപ്പുകൊണ്ട് കിടക്കണമെന്നില്ല, അവിടുത്തെ അടിയൊഴുക്കും അല്ല കേട്ടാ. പക്ഷെ ഇപ്പോൾ പിഷാരടി പ്രചരണം ചെയ്തപ്പോൾ അവിടെ സംഘപരിവാറിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ തടഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് ഒരുപക്ഷെ പിഷാരടിക്ക് ഗുണമായാലോ. ഇപ്പോൾ നാളെ പാട്ടുപാടി അത് പെണ്ണില്ല, ആ പെണ്ണ് ജയിക്കാൻ കാരണം എന്താണ്? ആ പെണ്ണോട് ജയിക്കാൻ കാരണം ആ പെണ്ണിനെ എതിർ സ്ഥാനാർത്ഥിയുടെ പ്രധാന ആള്, ചീഫ് ഏജന്റ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആള്, ഈ പെണ്ണ് എന്തോ കുറ്റം പറഞ്ഞു.
അത് ജനങ്ങൾ ഇഷ്ടമായില്ല, ഞങ്ങൾ വോട്ട് ചെയ്ത് അങ്ങനെ ജയിപ്പിച്ചു. ബാക്കി 2 സ്ഥലത്തും പിന്നെ പോയിട്ട് പോയില്ലേ. ശ്രീരംഗം എഴുന്നു നിൽക്കാൻ സാധ്യത. അതൊന്നും അല്ല. അതിനേക്കാൾ എത്രയോ മിടുക്കികളായ സ്ത്രീകൾ ഈ ആദിവാസി തന്നെ ഈ കോൺഗ്രസ്സിലുണ്ട്. ഇത് സഭ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടതാണ്. അത് AICC അത് വന്നാണ്. ഇതെല്ലാം സംഗതി വരെയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ യാതൊരു തത്വരക്ഷയില്ലാതെ, യാതൊരു പ്രാക്ടിക്കലായി ചിന്തിക്കാതെ മണ്ടത്തരമാണ് കാണിക്കുന്നതെങ്കിൽ, ഈ മുരളീധരൻ കാണിച്ച ട്രിവാൻഡ്രത്തെ കാര്യമൊക്കെ പറഞ്ഞാണ് കാണിക്കുന്നെങ്കിൽ കഷ്ടമെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെയ്യേണ്ട ഇതാണ്, BJP ചോദിച്ചാൽ എല്ലാവരും ചേർത്ത് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, അല്ലെങ്കിൽ മുന്നണി ഉണ്ടാക്കുക. ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ നാട്ടിലുള്ള കഴിവെന്നുള്ളവരൊന്നും ജീവിച്ചിട്ടില്ല ഇന്ത്യയിൽ കോൺഗ്രസ്സിലൊന്നും. മുന്നണി ഉണ്ടാക്കുമല്ലോ. മുന്നണി ഉണ്ടാക്കി ജയപ്രകാശ് നാരായൺ ചെയ്തതുപോലെ ഒരു ഒറ്റ ജനതാ പാർട്ടി പോലെ ഉണ്ടാക്കാനും പറ്റില്ല. അതിനുള്ള കഴിവൊന്നും ഉള്ളതില്ല, ഇന്നില്ല, ആരുമില്ല. പിന്നെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, മുന്നണി ഉണ്ടാക്കി, എല്ലാം ചേർത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇല്ലേ അപകടമാണ്. ഇത്രയും കാര്യമാണ് എനിക്ക് ഇന്നോട് പറയാനുള്ളത്. പിന്നെ ഇളമരം കരീമിൻ്റെ കാലത്ത് നമ്മുടെ കരിമണൽ കേസിൽ കാർത്തേക്ക് എവിടുന്ന് വന്ന കാർത്തേക്ക് പിന്നെ ഇതാണ് പിന്നെ ഇതൊരു പത്മശ്രീക്ക് കൊടുക്കാൻ റിക്കവറി ചെയ്താണല്ലോ. അതോടെ എല്ലാം പണത്തിൻ്റെ മൂളിപ്പായിരുന്നു പറക്കുലമ്മൽ. പണമാണ് കാര്യം, അല്ല വേറെ ഒന്നും കാര്യമില്ല. അപ്പോൾ ഏത് രാഷ്ട്രീയമാണെങ്കിലും പണം തന്നെ ഇട്ട് കളിക്കുന്നത്. അപ്പോൾ ഈ പണക്കാർ കേട്ട് കളിക്കുന്ന പാവപ്പെട്ട സാധാരണ ജനക്കാരെ വോട്ടർമാർ 2 മുന്നണി, 1 മുന്നണി മാത്രം, 2 മുന്നണിയും പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതി ചെയ്യാനും കക്കാനും വേണ്ടി മാത്രമല്ലാതെ ജനങ്ങളെ സേവിക്കാൻ ഒരൊറ്റ ആളോ. ഇന്നലെ സേവിക്കുകയാണെങ്കിൽ ചില കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ വീണ്ടും പറയുന്നു, LDF നിലനിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ LDF ഇത്ര നിലനിൽക്കണമെങ്കിൽ ഇത്ര UDF ജയിക്കണം. അതുകൊണ്ട് UDF ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത്. അത് UDF മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ LDF മോശം കൊണ്ടോ അല്ല. മോശമല്ല, ഒന്നിനേക്കാൾ ആരും ആരേക്കാൾ നല്ലതല്ലാന്ന് പറയുമ്പോൾ, ആരും ആരേക്കാൾ മോശമല്ലാന്ന് പറയുമ്പോൾ ഒന്നൊന്നേക്കാൾ മോശമൊന്നും എല്ലാം കണക്കേനാണ്. എങ്കിലും വേണ്ട രീതിയിൽ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.